നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറസ്റ്റോടുകൂടി മറ്റൊരു രീതിയിലാണ് ഇപ്പോൾ നീങ്ങുന്നത്. ആദ്യ സമയം മുതൽ തന്നെ SITയുടെ അറസ്റ്റുകളിലൊക്കെ വലിയ വ്യാപകമായ പ്രതിഷേധം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഭരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ അവർ നിയോഗിച്ച ആൾക്കാരെ ആയിരുന്നു ആദ്യം തന്നെ SIT കസ്റ്റഡിയിലെടുത്തത്. അപ്പോൾ യാതൊരു രീതിയിലും പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ പരിങ്ങലിലായിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തപ്പോഴും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും അതിനുശേഷം വാസുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഒക്കെ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലായിരിക്കുകയായിരുന്നു ഇടതുപക്ഷം. അതിനുശേഷം പത്മകുമാറിലേക്ക് കടന്നപ്പോൾ പൂർണ്ണമായും കൺട്രോൾ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലായി പാർട്ടി. അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്ന് പോലും അറിയാത്ത ഒരു രീതിയിൽ പാർട്ടി സെക്രട്ടറി തന്നെ പരിങ്ങലിലായിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചതാണ്. ആ ഒരു രീതിയിൽ പരിങ്ങലിലായി മുന്നോട്ട് പോവുകയായിരുന്നു ഇടതുപക്ഷം. അയ്യപ്പ സംഗമത്തിന് ശേഷം ഈ രീതിയിലുള്ളൊരു സ്വർണ്ണക്കൊള്ള വെളിവാകുന്നു. തൊട്ടടുത്ത ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടിയാണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉണ്ടാകുന്നത്. എപ്പോഴൊക്കെ ഇടതുപക്ഷം ശബരിമലയിൽ തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ തിരിച്ചടിയാണ് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തലയൂരുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്ത്രിയെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങൾ തന്നെ വലിയ രീതിയിൽ തെളിയിക്കാൻ പറ്റുന്ന കുറ്റകൃത്യങ്ങളല്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്, അതായത് തന്ത്രിയെ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്തത് മറ്റെന്തോ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ലഭ്യമായത് എന്നും അതിന് തികച്ചും ചില ഘടകങ്ങളുടെ, ചില വ്യവസായികളുടെ, ചില രഹസ്യ കേന്ദ്രങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വലിയ പിന്തുണ തന്ത്രിക്ക് ലഭ്യമായിട്ടുണ്ട് എന്ന തരത്തിലുള്ള ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചില മന്ത്രിമാരെ രക്ഷിക്കുന്നതിനുള്ള കുറുക്ക് വഴിയായിട്ടാണ് ഇതിനെ തന്ത്രിയെ ഈ രീതിയിൽ തന്ത്രിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യവസായി തന്നെ തന്ത്രിയെ കുടുക്കിയത് എന്നുള്ള കാര്യങ്ങളും അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ദേവസ്വം മന്ത്രിമാരിൽപ്പെട്ട ആൾക്കാരെ തന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മാർഗവും ഇല്ലാതായപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു മാർഗത്തിൽ നിന്നാണ് ഇപ്പോൾ തന്ത്രിയെ കുടുക്കിയിരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പ് വരുന്നത് വരെയെങ്കിലും ഈ രീതിയിൽ ഈ കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ മാനം രക്ഷിച്ചുകൊണ്ട് ഇലക്ഷനെ സമീപിക്കാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് പാർട്ടിക്ക് ഉണ്ടാകുന്നത് എന്ന്, അങ്ങനെ ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പിന്തുണ നൽകാൻ സാധിക്കുമോ എന്ന രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒരു ദൂതൻ ചെന്ന് ഇദ്ദേഹത്തെ കാണുകയുണ്ടായി. അങ്ങനെ കണ്ടതിന് ശേഷം ഇദ്ദേഹം അവരുമായിട്ട് ഇങ്ങനൊരു മാർഗം നിങ്ങളുടെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തന്ത്രിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എന്നൊക്കെയുള്ള ചില വാർത്തകൾ ഇപ്പോൾ ലഭ്യമാകുന്നതും സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ഏറെ വിശ്വസനീയമായ രീതിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും തന്ത്രിയായാലും മന്ത്രിയായാലും അയ്യപ്പൻ്റെ മുതൽ കട്ടിട്ടുണ്ടെങ്കിൽ, ഭക്തജനങ്ങളുടെ കണ്ണീരിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വില മനസ്സിലാക്കാതെ ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കട്ട വ്യക്തി അറസ്റ്റിലാകുക തന്നെ വേണം. അത് ആരായാലും തന്നെ അതിന് യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ മറ്റു തരത്തിലാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതായത് ഏതെങ്കിലും രീതിയിൽ ഇടതുപക്ഷത്തിലുള്ള ആൾക്കാർക്കൊരു മോചനം ലഭ്യമാകണം എന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ നീക്കിയെന്നും അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായിരിക്കുന്നത് എന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥയും കൂടുതലുള്ള റിപ്പോർട്ടുകളുമായിട്ട് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. അതിനനുസരിച്ച് തന്നെ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.